നയപരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് തീർത്തും ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു നയമല്ല. അതായത് ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ടുള്ള ഒരു നീക്കമാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ CPI ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഈ നേതാക്കളുടെ മക്കൾ പഠിക്കുന്നതും പഠിച്ചിറങ്ങിയതും എല്ലാം വിദേശ സർവകലാശാലകളിലാണ്. അതും ഒരു വൈരുദ്ധ്യമാണല്ലോ. തീർച്ചും അതായത് ഒരു നാഷണൽ പോളിസി എന്നുള്ള തരത്തിൽ തികച്ചും ഗുണകരമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി വരും. അത് പറയുന്ന തരത്തിൽ പലതരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുണ്ടാകും. അതുപോലെ തന്നെ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് ആ പറയുന്ന വാദഗതികൾക്കൊന്നും ഇതിനൊക്കെ കരിക്കുലം ഉണ്ടല്ലോ, അതൊക്കെ തെറ്റാണ്. തീർച്ചയായിട്ടും ആ ഒരു യൂണിഫോമിറ്റി നല്ലത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, കരാറിൽ നിന്ന് പിന്മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ മന്ത്രിസഭയിലുള്ളതിൽ ഇടതുപക്ഷ വിഭാഗങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾ PM ശ്രീ പദ്ധതിക്ക് അനുകൂലമാണ്. കാരണം ഇവിടുത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം അനുദിനം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായുള്ള പരാധീനതകളും കൂടിയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് 1500 കോടി റുപ്യ കേന്ദ്ര സഹായം കിട്ടുന്നൊരു പദ്ധതി. ഇന്ന് മാത്രമല്ലാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാന ഇതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് അപാകത എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ നയത്തിൽ അപാകതയില്ലെന്നും ഈ വിദ്യാഭ്യാസ നയം ഇവിടുത്തെ സമഗ്രമായുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്നുള്ളത് കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് തീരുമാനമുണ്ട്. ഇതിൽ നിന്ന് ഇന്നിപ്പോൾ CPI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ് ഇതിനകത്ത് കടുത്ത എതിർപ്പുള്ളത്. CPI സംബന്ധിച്ച് അവർ എക്കാലത്തും എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തെ തന്നെ മുഴുവൻ നശിപ്പിക്കുന്ന, കേരളത്തെ വെള്ളക്കെടുതിയിലേക്ക് ആക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡാമിൻ്റെ കരാറിൽ ഒപ്പിട്ടത് CPIയുടെ നേതാവാണ്, C അച്യുതമേനോനാണ്. രാജ്യദ്രോഹപരമായിരിക്കുന്ന, ദേശദ്രോഹപരമായിരിക്കുന്ന, ഈ നാടിന് നിരക്കാത്ത നിരവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളാണ് CPIക്കാർ. ഞാൻ ഒന്ന് പറയാലോ, 1975 അടിയന്തരാവസ്ഥ വന്നു, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥയ്ക്ക് റഷ്യയുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് മോസ്കോയിൽ പോയിട്ട് അനുവാദം വാങ്ങിച്ചു കൊണ്ടുവന്ന അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ C അച്യുതമേനോനാണ്. എന്ന് വെച്ചാൽ C അച്യുതമേനോനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIയും എക്കാലത്തും ഈ വളരെ കാലങ്ങളായിട്ട് രാജ്യദ്രോഹപരമായിരിക്കുന്ന നിരവധി കാര്യങ്ങളെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സമഗ്രമായിട്ടുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിക്കൊണ്ടുള്ള NEP പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് ഇവർ പൊതുവെ ഇവരെതിരാണ്. നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത NEPയെ സംബന്ധിച്ച് ഇവർ പഠിച്ചിട്ടില്ല, അതിൻ്റെ പ്രയോജനത്തെ സംബന്ധിച്ച് ഇവർക്ക് ബോധ്യമില്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് നിശ്ചയമില്ല. ഇവർക്ക് ആകെയുള്ള നിശ്ചയം കേരളത്തിൻ്റെ സമഗ്ര രംഗത്തും കേരളം പിന്നാക്കം പോകണം എന്നുള്ള ഉദ്ദേശമാണ് CPIക്കുള്ളത്. വ്യവസായ രംഗത്ത് കേരളത്തിന് പിന്നാക്കാവസ്ഥ, കാർഷിക രംഗത്ത് കേരളത്തിന് പിന്നാക്കാവസ്ഥ, വാണിജ്യ രംഗത്ത് കേരളത്തിന് പിന്നാക്കാവസ്ഥ, ആരോഗ്യരംഗത്ത് കേരളത്തിന് പിന്നോക്കാവസ്ഥ, വ്യാവസായിക രംഗത്ത് കേരളത്തിന് പിന്നോക്കാവസ്ഥ. അങ്ങനെ സമസ്ത മേഖലകളിലും കേരളത്തിൻ്റെ പിന്നാക്കാവസ്ഥയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് CPIയെ സംബന്ധിച്ച് അവർക്കൊരിക്കലും NEPയെ പിന്താങ്ങാൻ സാധ്യമല്ല. അവരെക്കാലത്തും പിന്താങ്ങിയത് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളെയാണ് അവർ പിന്താങ്ങിയിട്ടുള്ളത്. ആ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ കേരളം ഭരിക്കുന്ന സർക്കാർ പുരോഗമനപരമായുള്ള രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന സമയത്ത് അതിനെ എതിർക്കുന്നൊരു സമീപനമാണ് CPI സ്വീകരിച്ചത്. ഇന്ന് നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക്, പഴയകാലത്ത് EMSനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു, ഇന്ന് ഒരു നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നയത്തിൻ്റെ കൂടെ നിൽക്കുവാനോ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചിട്ട് വിശകലനം നടത്തുവാനോ അതിനെക്കുറിച്ച് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ പ്രാപ്തിയുള്ളവരാരും തന്നെ ഇന്ന് CPMൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു സാഹചര്യത്തിലാണ് നിവൃത്തികെട്ട് ഗതികെട്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം മൂന്നാം ഘട്ടത്തിലേക്ക് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രസ്ഥാനം അവർ നയപരിപാടികളിൽ നിന്ന് ഒരു പടി പിന്നാക്കം, ഒരു പടിയാണോ രണ്ട് പടിയാണോ എന്ന് എനിക്കറിയില്ല, വളരെയധികം പിന്നാക്കം പോയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു നിഷേധാത്മകമായിട്ടുള്ള വശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു കരാറിൽ നിന്നും ആർക്കും ഒരു സർക്കാരിന് പിന്താങ്ങൽ എളുപ്പമല്ല. ഇതിനു മുമ്പ് പഞ്ചാബ് സർക്കാരിൻ്റെ കരാറിൻ്റെ അവസ്ഥ എന്തായി? സമാനമായിട്ടുള്ള രീതിയിലാണ്. ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരാർ ഒരു വ്യക്തിയുടെ കരാറല്ല, ഒരു സർക്കാരിൻ്റെ കരാറാണ്.
ഒരു മന്ത്രിസഭയുടെ കരാറാണ്. അത്തരം ഒരു കരാറിൽ നിന്ന് പിന്നോക്കം പോകാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല എന്ന് മാത്രമല്ല, കരാർ ഒപ്പിട്ടതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നീതീകരിച്ചുകൊണ്ട് അതിൻ്റെ ശരി കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകളുടെ മുമ്പിൽ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ആളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കരാറിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള CPIയുടെ പിടിവാശിക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ മുട്ടുമടക്കിയത് എന്നുള്ളതാണ് ഈ സമയത്ത് അവർ വ്യക്തമാക്കേണ്ടത്.